ജനാധിപത്യം എന്നത് സഹിഷ്ണുതയാണ്. നമ്മെ അനുകൂലിക്കുന്നവരോട് മാത്രമല്ല, നമ്മളോട് വിയോജിക്കുന്നവരോടുമുള്ള സഹിഷ്ണുതയാണത്. വാസ്തവത്തിൽ ജനാധിപത്യത്തെ ഇത്ര മനോഹരമായി മറ്റാരും നിർവചിച്ചിട്ടില്ല. വർത്തമാനകാല ഇന്ത്യയിൽ ഭരണാധികാരികളും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും ഹൃദയത്തിലും തലച്ചോറിലും എപ്പോഴും സൂക്ഷിക്കേണ്ട ഈ നിർവചനം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. തൻ്റെ പിന്മുറക്കാർ പോലും പേരിൽ ചേർക്കാൻ മറന്ന നെഹ്റു എന്ന ആധുനിക ഇന്ത്യയുടെ ശില്പിയെക്കുറിച്ചാണ് ഇക്കുറി നാം ചർച്ച ചെയ്യുന്നത്. തികച്ചും പ്രാകൃതമായൊരു ജനതയെന്ന പ്രതിച്ഛായയിൽ നിന്ന ഇന്ത്യ എന്നൊരു സങ്കല്പം പോലും കൃത്യമായി ഇല്ലാതിരുന്ന കാലം. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലും പരസ്പരം പോരടിച്ചും വാശി പിടിച്ചും കഴിഞ്ഞു പോന്ന നാട്ടുരാജാക്കന്മാർ ഒരു വശത്ത്, പട്ടിണിയും പരിവട്ടവുമായി ചാത്തനെയും മാടനെയും മറതയെയും മുതൽ കണ്ണിൽ കാണുന്നതും ചിന്തയിൽ പോലും കാണാനാകാത്തതുമായ ദൈവങ്ങളെ പൂജിച്ച് ദുരിത ജീവിതം തള്ളി നീക്കുന്ന ജനങ്ങൾ മറ്റൊരു വശത്ത്, തികച്ചും പ്രാകൃതമായ ഒരു സംസ്കൃതിയുടെ നേരവകാശികളെന്ന് പാശ്ചാത്യർ അടയാളപ്പെടുത്തിയ ജനങ്ങൾക്കിടയിൽ നിന്നാണ് ഉദയസൂര്യനെ പോലെ കാന്തിയോടെ മനോഹരമായി വസ്ത്രം ധരിച്ച്, അതിലും മനോഹരമായി പുഞ്ചിരിച്ച്, അതിലേറെ മനോഹരമായി ഇംഗ്ലീഷ് പറഞ്ഞ് തലയുയർത്തിപ്പിടിച്ച് ജവഹർലാൽ നെഹ്റു ലോകത്തിന് മുന്നിലേക്ക് എത്തുന്നത്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞത് ഈ മനുഷ്യന്റെ കൂടി നേതൃത്വത്തിലായിരുന്നു. തമ്മിലടിച്ചു നടന്ന നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയൻ എന്ന മഹാരാജ്യം സാധ്യമാക്കിയത് ഈ മനുഷ്യന്റെ ഭരണപാടവം കൊണ്ടാണ്. നിരക്ഷര കുഷികളായ ഒരു ജനതയെ അന്ധവിശ്വാസങ്ങളുടെ അന്ധകാരത്തിൽ നിന്നും ശാസ്ത്രബോധത്തിന്റെ നിലാവെളിച്ചത്തിലേക്ക് കൈപിടിച്ചു നടത്താൻ പ്രയത്നിച്ചത് ഈ മനുഷ്യന്റെ യുക്തിബോധമായിരുന്നു. ഇനിയും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും പിന്നിട്ട് ഇന്ത്യ ശക്തമായി നിലകൊള്ളുമെന്നതിന്റെ ഉറപ്പ് ഈ മഹാരാജ്യത്തിന് അടിത്തറ പാകിയത് ഈ മനുഷ്യന്റെ ക്രാന്തദർശിത്വമാണ്. ഇന്നും പുകഴ്ത്തലുകളും ഇകഴ്ത്തലുകളും ഏറ്റുവാങ്ങുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ ജീവിതത്തെക്കുറിച്ച് ഈ അവസരത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഡൽഹിയിലേക്ക് കുടിയേറിയ കാശ്മീരി ബ്രാഹ്മണരുടെ കുടുംബത്തിലാണ് നെഹ്റു ജനിച്ചത്. പ്രശസ്ത അഭിഭാഷകനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവുമായ മോത്തിലാൽ നെഹ്റുവിന്റെയും ഭാര്യ സ്വരൂപ് റാണിയുടെയും 3 മക്കളിൽ മൂത്തയാളായി 1889 നവംബർ 14 അലഹബാദിലാണ് നെഹ്റു ജനിച്ചത്. അദ്ദേഹത്തിന്റെ 2 സഹോദരിമാരിൽ മൂത്തവളായ വിജയലക്ഷ്മി പണ്ഡിറ്റ് പിന്നീട് ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി. അദ്ദേഹത്തിന്റെ ഇളയ സഹോദരി കൃഷ്ണ ഹുതി സിംഗ് ഒരു പ്രശസ്ത എഴുത്തുകാരിയായിരുന്നു. തന്റെ 16-ാം വയസ്സുവരെ വീട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. 1905 അദ്ദേഹം ഒരു പ്രമുഖ ഇംഗ്ലീഷ് സ്കൂളായ ഹാരോയിൽ ചേർന്നു. 2 വർഷത്തെ പഠനത്തിന് ശേഷം ഹാരോയിൽ നിന്ന് അദ്ദേഹം കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിലേക്ക് പോയി. അവിടെ പ്രകൃതിശാസ്ത്രത്തിൽ ബിരുദം നേടി. തുടർന്ന് ലണ്ടനിലെ ഇന്നർ ടേബിളിൽ നിന്ന് ബാരിസ്റ്ററായി യോഗ്യത നേടി. മഹത്വമോ അപമാനമോ കൂടാതെ പരീക്ഷകളിൽ വിജയിച്ചു എന്നാണ് തന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പിന്നീട് നെഹ്റു പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി 4 വർഷത്തിന് ശേഷം 1916 മാർച്ചിൽ ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയ കാശ്മീരി കുടുംബത്തിൽ നിന്നുള്ള കമല കൗളിനെ നെഹ്റു വിവാഹം കഴിച്ചു. തൊട്ടടുത്ത വർഷം ദമ്പതികൾക്ക് ഒരു മകൾ ജനിച്ചു, ഇന്ദിര പ്രിയദർശിനി. ഇന്ദിര നെഹ്റുവിന്റെയും കമലയുടെയും ഏക മകളാണ്. 1916 നെഹ്റുവിനെ സംബന്ധിച്ച് വിവാഹം കൊണ്ട് മാത്രമല്ല നിർണായകമായത്, തന്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഈ വർഷം അതിനിർണായകമായിരുന്നു. 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിനാണ് നെഹ്റു മഹാത്മാഗാന്ധിയെ ആദ്യമായി നേരിൽ കാണുന്നത്. ഒരു തെറ്റ് അപലപിക്കുക മാത്രമല്ല, എതിർക്കപ്പെടേണ്ടതും ആണെന്ന ഗാന്ധിയുടെ നിലപാടിനോട് നെഹ്റു വളരെ പെട്ടെന്ന് യോജിച്ചു. എങ്കിലും ഗാന്ധിയുടെ ആശയങ്ങളെക്കാൾ നെഹ്റുവിനെ സ്വാധീനിച്ചത് മാർക്സിയൻ ദർശനങ്ങളായിരുന്നു എന്ന് കാണാം. എന്നാൽ കമ്മ്യൂണിസത്തിലെ സഹിഷ്ണുതയില്ലായ്മയെ ഉൾക്കൊള്ളാൻ നെഹ്റുവിലെ ജനാധിപത്യവാദിക്ക് കഴിയാതിരുന്നതിനാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആകാതിരുന്നത്. എന്നാൽ മാർക്സിയൻ ദർശനങ്ങളിലെ സാമ്പത്തിക വ്യാഖ്യാനങ്ങളോട് നെഹ്റു എന്നും പ്രതിപത്തി പുലർത്തിയിരുന്നു. 1929 ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത്. അതിനു മുമ്പും ശേഷവുമായി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ചു. ആകെ 9 തവണ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഒടുവിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെ 16 വർഷവും 286 ദിവസവും അദ്ദേഹം തുടർന്നു. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ഗുൽസരിലാൽ നന്ദ ആക്ടിംഗ് പ്രധാനമന്ത്രിയായും പിന്നീട് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി. ഇന്ത്യ എന്നൊരു വികാരം ഭൂരിപക്ഷം മനുഷ്യരുടെയും മനസ്സിൽ ഇല്ലാതിരുന്ന കാലത്താണ് നെഹ്റു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത്. ഇവിടുത്തെ ജനങ്ങൾ അന്നും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മൈസൂരിലെയും പ്രജകൾ മാത്രമായിരുന്നു. അത്തരമൊരു ജനതയെ ജനാധിപത്യം പഠിപ്പിച്ച് അതിലേക്ക് എത്തിക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് നെഹ്റുവിന് ഉണ്ടായിരുന്നത്.
മറ്റൊന്ന് ഇന്ത്യ എന്ന രാജ്യത്തെ രാജ്യാന്തര വേദികളിൽ മാന്യമായി അടയാളപ്പെടുത്തുക എന്നതും. ഇത് രണ്ടും വളരെ മനോഹരമായി അദ്ദേഹം പൂർത്തിയാക്കി എന്ന് പറയാം. ഇന്ന് നെഹ്റുവിനെതിരെ ഉയരുന്ന എതിരഭിപ്രായങ്ങളിൽ പലതിലും വാസ്തവമുണ്ടെന്ന് നമുക്ക് തോന്നുക സ്വാഭാവികമാണ്. പക്ഷേ വിവര സാങ്കേതിക വിദ്യ വൻ കുതിച്ചുചാട്ടം നടത്തിയ വർത്തമാനകാലത്ത് നിന്നും 1940കളെയും 50കളെയും 60കളെയും ഒക്കെ വിലയിരുത്തുന്നത് മൗഢ്യമാണെന്ന് പറയേണ്ടി വരും. രാജ്യത്തിന്റെ പുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ച നെഹ്റു അന്താരാഷ്ട്ര തലത്തിൽ ചേരിചേരാ നയം രൂപീകരിച്ച് മൂന്നാം ലോക രാജ്യങ്ങളുടെ നേതാവായി മാറി. വിശ്വപൗരൻ എന്ന പ്രതിച്ഛായ നെഹ്റുവിന് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. അതുമാത്രമല്ല, രാജ്യത്തിന്റെ ഭാവിക്ക് ഏറെ പ്രയോജനകരമായ പല വൻകിട സ്വകാര്യ സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനും അവയ്ക്ക് കൃത്യമായ ഇടം കൊടുത്ത് ഇന്ത്യയുടെ വ്യാവസായിക മുന്നേറ്റത്തിലേക്കും അതുവഴി സാമ്പത്തിക മുന്നേറ്റത്തിലേക്കും എത്താൻ തുടക്കമിട്ടതും നെഹ്റു തന്നെയാണ്. ഇന്ത്യ ചൈന ഭായി ഭായി എന്ന മുദ്രാവാക്യം മുഴക്കിയെങ്കിലും ചൈന ഇന്ത്യയെ അപ്രതീക്ഷിതമായി ആക്രമിച്ചത് നെഹ്റുവിന്റെ ഭരണകാലത്തെ കറുത്ത അധ്യായമാണ്. 1962 യുദ്ധത്തിൽ ഇന്ത്യയുടെ പരാജയത്തിന് ഉത്തരവാദിയെന്ന് നെഹ്റു മുദ്രകുത്തപ്പെട്ടു. കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതും നെഹ്റുവിന്റെ കഴിവുകേടായി എതിരാളികൾ ഇന്നും ഉയർത്തിക്കാട്ടുന്നുണ്ട്. കച്ചത്തീവ് വിവാദം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴും നെഹ്റു വാർത്തകളിൽ നിറഞ്ഞു. ഇന്ദിരാഗാന്ധിയാണ് കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് എന്ന വിമർശനമാണ് മോദി ഉയർത്തിയതെങ്കിൽ നെഹ്റുവിനെതിരെ എതിരാളികൾ ഉയർത്തിക്കാട്ടിയത് ഒമാൻ കൈവശം വെച്ചിരുന്ന ഗ്വാദർ ദ്വീപ് ഇന്ത്യക്ക് ലഭിക്കാനുള്ള അവസരം നെഹ്റു നഷ്ടപ്പെടുത്തി എന്നതാണ്. അറബിക്കടലിൽ ചുറ്റികയുടെ ആകൃതിയിലുള്ള ഗ്വാദർ ദ്വീപ് 1950കളിൽ ഇന്ത്യക്ക് വിൽക്കാൻ ഒമാൻ തയ്യാറായെങ്കിലും ജവഹർലാൽ നെഹ്റു അത് നിരസിച്ചെന്നും പിന്നീട് അത് പാകിസ്ഥാൻ വാങ്ങിയതായും ഇത് നെഹ്റു ചെയ്ത ചരിത്രപരമായ മണ്ടത്തരമാണെന്നുമാണ് വിമർശകർ പറയുന്നത്. 1958ൽ 3 മില്യൺ പൗണ്ടിന് പാകിസ്ഥാൻ ഈ ദ്വീപ് വാങ്ങി. പാകിസ്ഥാനടുത്ത് തന്ത്രപ്രധാനമായ ഒരു സൈനിക കേന്ദ്രം സ്ഥാപിക്കാൻ ഇന്ത്യക്ക് ഈ ദ്വീപ് വാങ്ങുന്നതിലൂടെ കഴിയുമായിരുന്നു എന്നതാണ് നെഹ്റുവിന്റെ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും ഇന്ത്യയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ദ്വീപും അവിടുത്തെ ജനങ്ങളെയും വില കൊടുത്ത് വാങ്ങി തലവേദന പിടിച്ചുവെക്കാൻ നെഹ്റു തയ്യാറാകാതിരുന്നത് അദ്ദേഹത്തിന്റെ ദീർഘദർശനമായാണ് നെഹ്റു അനുകൂലികൾ വാദിക്കുന്നത്. 1964 മെയ് 27 ന്യൂഡൽഹിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നാണ് നെഹ്റു അന്തരിച്ചത്. തന്റെ ചിതാഭസ്മത്തിൽ നിന്ന് ഒരു പിടി ഗംഗാനദിയിൽ ഒഴുക്കണമെന്നും വലിയൊരു ഭാഗം വിമാനം വഴി ഇന്ത്യയിലെ കൃഷിക്കാർ അധ്വാനിക്കുന്ന വയലുകളിൽ വിതരണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആ ആഗ്രഹം രാജ്യം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. ജീവിതം ആഘോഷമാക്കിയ ഒരു പോരാളിയും ഭരണകർത്താവുമായിരുന്നു നെഹ്റു എന്ന് ലളിതമായി പറയാം. സ്നേഹമായിരുന്നു രാഷ്ട്രീയവും ദിനചര്യയും. വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ പത്നിയുടെ ഹൃദയം കവർന്ന പൗരുഷമെന്ന് പാശ്ചാത്യ എഴുത്തുകാർ പോലും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുവെച്ച വ്യക്തിത്വം. വിവാദങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അന്ധവിശ്വാസങ്ങളുടെ ഇരുണ്ട ഇടനാഴികളിൽ തളച്ചിടപ്പെട്ടിരുന്ന പ്രജകളെ ശാസ്ത്രബോധത്തിന്റെ അടിത്തറയിട്ട് ജനാധിപത്യത്തിലേക്ക് കൈപിടിച്ചു നടത്തി പൗരന്മാരാക്കിയത് നെഹ്റു എന്ന ജനനേതാവാണെന്ന് നിസ്സംശയം പറയാം.